അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 19ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നെഗറ്റീവിനെ കുറിച്ചാണ്, അഥവാ നിഷേധക്രിയ. ആദ്യമായി പഠിക്കുന്നത് അൽ ഫഈലുൽ മാളി അൽ മൻഫി. അൽ ഫഈലുൽ മാളി നമുക്കറിയാം, പാസ്റ്റ് വെർബ്. അൽ മൻഫി എന്ന് പറഞ്ഞാലാണ് നെഗറ്റീവ് എന്ന് അറബിയിൽ അർത്ഥം വരിക. മൻഫി, അറബിയിൽ മൻഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവ് എന്നാണ്. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ നിഷേധക്രിയ എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഫഈലുൽ മാളിയുൽ മൻഫി, പാസ്റ്റ് വെർബിൻ്റെ നെഗറ്റീവാണ്. കഴിഞ്ഞകാല നിഷേധക്രിയ അല്ലെങ്കിൽ ഭൂതകാല നിഷേധക്രിയ. അപ്പോൾ നിഷേധക്രിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറബിയിൽ എന്നാണ്. ഒരു കഴിഞ്ഞകാല ക്രിയയെ, മാളിയായ ക്രിയയെ നിഷേധക്രിയ ആക്കുവാൻ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. അതിൻ്റെ മുമ്പിൽ മാ എന്നൊരു ലെറ്റർ, മാ എന്നൊരു ദീർഘാക്ഷരത്തോടുള്ള മായാണ്. മാ എന്നത് വായിക്കാറില്ല, മാ എന്ന് തന്നെ പറയാറ്. എന്ന അവ്യയം ചേർക്കുകയാണ് വേണ്ടത്. ഉദാഹരണം ഫഅല നമ്മൾ പഠിച്ചതാണ്, പാസ്റ്റ് വെർബിൻ്റെ ക്രിയയായ ഫഅല പഠിച്ചു. അതിനു മുമ്പിൽ മാ വച്ചാൽ ഫഅല എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു എന്നാണ്. മാ വച്ചാൽ അവൻ ചെയ്തിട്ടില്ല, ഒരു പുരുഷനാണ്, മെയിലാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹീ എ മാൻ ഡിഡ് നോട്ട് ഡു. ഡിഡ് നോട്ട് എന്നോ ഡിഡിൻറ്റ് എന്നോ ഉള്ള അർത്ഥം കിട്ടാനാണ് ഇംഗ്ലീഷിൽ അങ്ങനെ നിഷേധക്രിയ നെഗറ്റീവ് അർത്ഥം കിട്ടാൻ അറബിയിൽ ചെയ്യേണ്ടത് കഴിഞ്ഞകാലക്രിയ പാസ്റ്റ് ടെൻസിന് മുമ്പിൽ മാ വെക്കുകയാണ്, മാ ഫഅല. ഇപ്പോൾ നമ്മൾ ഫഅലയുടെ 14 രൂപം പഠിച്ചു. പാസ്റ്റ് വെർബിൻ്റെ തേർഡ് പേഴ്സൻ്റെ 6 രൂപം. ഫഅല, ഫഅല, ഫഅലു എന്ന് മെയിലിനും, ഫഅലത്ത് അവൾ ചെയ്തു, ഫഅലത്ത, ഫഅൽന എന്ന് ഫീമെയിലിനും. സെക്കൻഡ് പേഴ്സണിൻ്റെ 6 രൂപം. ഫഅൽത്ത, ഫഅൽത്തുമാ, ഫഅൽത്തും, നീ ചെയ്തു, നിങ്ങൾ രണ്ടുപേർ ചെയ്തു, നിങ്ങൾ ചെയ്തു എന്ന് മെയിലിനും. ഫഅൽത്തി, ഫഅൽത്തുമാ, ഫഅൽത്തും, നീ സ്ത്രീ ചെയ്തു, അതിൻ്റെ 3 രൂപ. അങ്ങനെ 6 രൂപം സെക്കൻഡ് പേഴ്സൺ പഠിച്ചു. ഫസ്റ്റ് പേഴ്സൺ ഫഅൽത്തു, ഞാൻ ചെയ്തു, ഫഅൽന, ഞങ്ങൾ ചെയ്തു. അപ്പോൾ ആ 14 രൂപ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് മുമ്പിൽ മാ വെച്ചാൽ ഒരു വ്യത്യാസം വരുന്നില്ല. മാ വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ മതി. മാ ഫഅല, മാ ഫഅല, മാ ഫഅലു, മാ ഫഅലത്ത്, മാ ഫഅലത, മാ ഫഅൽന, മാ ഫഅൽത, മാ ഫഅൽത്തുമാ, മാ ഫഅൽത്തും, മാ ഫഅൽത്തി, മാ ഫഅൽത്തുമാ, മാ ഫഅൽത്തുന്ന, മാ ഫഅൽത്തു, മാ ഫഅൽന എന്ന് പറഞ്ഞാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ മാ ഫഅല അവൻ ചെയ്തിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ പറഞ്ഞാൽ മതി. ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് കാണാം. മാ ഫഅല മാതിരി മാ കഫറ എന്ന് ഉപയോഗിച്ചത് കാണാം. 2-ാം അധ്യായം ബഖറയിലെ 102-ാം വചനത്തിൽ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാതീന കഫറു, സിഹിറിനെ കുറിച്ച് പറയുന്ന ബഖറയിലെ 102-ാം വചനം. വമാ കഫറ സുലൈമാൻ, കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നാണ്. മാ കഫറ എന്നർത്ഥം നിഷേധിച്ചിട്ടില്ല. മാ ഫഅല മാതിരിയാണ്. അപ്പോൾ സുലൈമാൻ നബി നിഷേധിച്ചിട്ടില്ല, നിഷേധം കാണിച്ചിട്ടില്ല, അവിശ്വാസിയായിട്ടില്ല. വലാകിന്ന ശയാതീന കഫറു, പിശാചുക്കളാണ് നിഷേധം കാണിച്ചത്, അവിശ്വാസം കാണിച്ചത്. അവിടെ മാ ഫഅല മാതിരി മാ കഫറ കാണാം. അപ്പോൾ മാ ഫഅല, മാ ഫഅല, മാ ഫഅലു മാതിരി 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 55-ാം വചനത്തിൽ കാണാം. വയൗമ തഖൂമുസ്സാഅതു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ. അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസം, പരലോകത്ത്, വയൗമ തഖൂമുസ്സാഅതു യുഖ്സിമു, സത്യം ചെയ്ത് പറയാൽ മുജ്രിമൂന, കുറ്റവാളികൾ. എന്താ പറയുക? മാ ലബിസു, ലബിസ എന്ന വാക്കിൻ്റെ അർത്ഥം താമസിച്ചു, പാർത്തു എന്നൊക്കെയാണ്, കഴിച്ചുകൂട്ടി എന്നൊക്കെയാണ്. ലബിസ, ലബിസ, ലബിസു, അവർ കഴിച്ചുകൂട്ടി. മാ വെക്കുമ്പോൾ മാ ലബിസു, അവർ കഴിച്ചുകൂട്ടിയിട്ടില്ല. ഗൈറ സാഅത്തിൻ, ഒരു മണിക്കൂറോ മറ്റോ മാത്രമാണ് ദുനിയാവിൽ കഴിച്ചുകൂട്ടിയത് എന്ന് അവർക്ക് തോന്നും. ശരിക്കും ഒരുപാട് കൊല്ലം അവിടെ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് കൊല്ലം ഇവിടെ ജീവിച്ചു, 10, 60, 70, 80 കൊല്ലം ജീവിച്ചവരാണ്. പക്ഷേ പരലോകത്തിലെ ഭീകരത കാണുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇവിടെ കഴിച്ചു കൂട്ടിയത് എന്ന് അവർക്ക് തോന്നും എന്നാണ്. അപ്പം മാ ഫഅല, മാ ഫഅല, മാ ഫഅലു, മാ ലബിസ, മാ ലബിസ, മാ ലബിസു, അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല.
ഇനി സെക്കൻഡ് പേഴ്സൺ നീ എന്നുള്ള അർത്ഥം ഫഅൽത മാതിരി ആലിമ്രാൻ 3-ാം അധ്യായം ആലിമ്രാനിലെ 191-ാം വചനത്തിൽ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത നീ സൃഷ്ടിച്ചിട്ടില്ല. ഖലഖ്ത മോഡൽ ഏതാണ്? ഫഅൽത നീ ചെയ്തു, ഖലഖ്ത നീ സൃഷ്ടിച്ചു എന്നാണ്. മാ വെക്കുമ്പോൾ നീ സൃഷ്ടിച്ചിട്ടില്ല, ഈ ആകാശഗോളങ്ങളെയും പ്രപഞ്ചത്തെയും ഒക്കെ നീ സൃഷ്ടിച്ചിട്ടില്ല. ബാത്തിലൻ അത് അസത്യമായിട്ടോ ആയിട്ടല്ല നീ സൃഷ്ടിച്ചത്, അതൊക്കെ സത്യമായിട്ടാണ് നീ സൃഷ്ടിച്ചത്, ലക്ഷ്യപൂർണ്ണമായിട്ടാണ് നീ സൃഷ്ടിച്ചത് എന്നവർ പറയും. മാ ഖലഖ്ത നീ സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഫസ്റ്റ് പേഴ്സൺ മാ ഫഅൽതു ഫഅൽന മാതിരി വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ 51-ാം അധ്യായം ദാരിയാത്തിലെ 56-ാം വചനം അള്ളാഹു പറയാണ് വമാ ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഖലഖ എന്നുള്ള ക്രിയാനെ സർഫാക്കിയാൽ ലാസ്റ്റ് ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചു, ഞങ്ങൾ സൃഷ്ടിച്ചു എന്ന് കാണാം. വമാ ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അൽ ജിന്ന ജിന്ന് വർഗത്തെയും വൽ ഇൻസ മനുഷ്യവർഗത്തെയും ഇല്ലാ ലിയഅ്ബുദൂനി എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചു, മാ വെക്കുമ്പോൾ നിഷേധക്രിയയായി നെഗറ്റീവായി മാ ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ ഖലഖ്നാ ഞങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. അതിനു മുമ്പിൽ മാ വെച്ചാൽ വമാ ഖലഖ്നസ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ 21-ാം അധ്യായം അംബിയായിലെ 16-ാം വചനം. ആകാശങ്ങളെയും ഭൂമിയെയും അതിൻ്റെ ഇടയിലുള്ളതിനെ ഒന്നും ലാഇബീൻ കളിതമാശയായിട്ടല്ല നാം സൃഷ്ടിച്ചത്. ഖലഖ്നാ നാം സൃഷ്ടിച്ചു. ഇവിടെ നാം എന്ന് അള്ളാഹ് കുറേ ഉണ്ടായിട്ടല്ല, ബഹുമാന സൂചകമായിട്ട് നാം എന്നുള്ള പ്രയോഗം അവിടെ വന്നതാണ്. ഖലഖ്നാ നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഇതൊന്ന് മനസ്സിലാവണം. എന്താണ്? കഴിഞ്ഞകാല ക്രിയ അഥവാ മാദിയായ ക്രിയയെ നെഗറ്റീവ് മൻഫി അഥവാ നിഷേധക്രിയ ആക്കുവാൻ അതിനു മുമ്പിൽ മാ വെച്ചാൽ മാത്രം മതി, വേറൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അർത്ഥം ഇല്ല എന്ന്. മാ ഫഅല അവൻ ചെയ്തിട്ടില്ല, മാ ഖലഖ അവൻ സൃഷ്ടിച്ചിട്ടില്ല, മാ കഫറ അവൻ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ അർത്ഥം കിട്ടും. മറ്റു രൂപങ്ങൾ അതിൻ്റെ ഓരോ രൂപങ്ങളും അതിനനുസരിച്ച് അർത്ഥം മാറുമെന്നാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ഓതുമ്പോൾ പല സ്ഥലത്തും ഈ മാ കാണാം. എല്ലാ സ്ഥലത്തും മാക്ക് പാസ്റ്റ് നെഗറ്റീവിൻ്റെ അർത്ഥമല്ല ഉള്ളത്, അല്ലാത്ത അർത്ഥത്തിനും മാ ഉപയോഗിക്കും. മാ എന്ന അവ്യയം കഴിഞ്ഞകാല ക്രിയയുടെ നിഷേധത്തിന് അല്ലാതെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. ഒന്ന് മാ എന്ന് പറഞ്ഞാൽ എന്ത്, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മാ എന്ത്, വാട്ട് എന്നുള്ളതിന് മാ ഉപയോഗിക്കും. അതിനുദാഹരണം 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 17-ാം വചനത്തിൽ അള്ളാഹു മൂസാ നബിയോട് തുരിസിന മലയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. വമാ തിൽക ബിയമീനിക യാ മൂസ. വാ എന്നാണ് ആൻഡ് എന്നാണ്. മാ എന്താണ്, തിൽക്ക അത്, ബിയമീനിക നിൻ്റെ വലത് കൈകളിലുള്ള അത് എന്താണ്? അപ്പോൾ മൂസാ നബി പറയുന്നത് കാലഹി അസായത് എൻ്റെ വടിയാണ്, ആടുകൾക്കെല്ലാം തന്നെ കൊഴിച്ചു കൊടുക്കുന്ന വടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥമാണ്. മാ തിൽക ബിയമീനിക യാ മൂസ. പിന്നെ അതേമാതിരി മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തെ ക്ലിയറായി വ്യക്തമാക്കാൻ വേണ്ടി മാ ഉപയോഗിക്കും. മാ ഒന്ന് ഒരു കാര്യം എന്നതിന് ഉപയോഗിക്കും. അല്ലതീ എങ്ങനെയുള്ളത് എന്നുള്ളതിനൊക്കെ മാ ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണാം മാ ഉപയോഗിച്ചതായിട്ട്. 7-ാം അധ്യായം ആറാഫിലെ 155-ാം വചനത്തിൽ കാണാം അതുഹ്ലികുന ബിമാ ഫഅല സുഫഹാഉ മിന്നാ. അതുഹ്ലികുന അള്ളാഹു അള്ളാഹുവോട് മൂസാ നബി തുരിസിന മലയിൽ വെച്ച് പറഞ്ഞതാണ്. അവരിൽപ്പെട്ട ചില ആളുകൾ ചെയ്ത അനർത്ഥം കാരണം അവരെ ഒന്നാകെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ മൂസാ നബി ചോദിക്കുന്നുണ്ട്, ആ തുഹ്ലികുന നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ബി കൊണ്ട്, ബി പ്രിപ്പോഷനാണ് നമ്മൾ പണ്ട് പഠിച്ചതാണ്. മാ ഒന്ന് ഒരു കാര്യം, ഫഅല സുഫഹാഉ മിന്നാ ഞങ്ങളിൽപ്പെട്ട സഫീഹ് സുഫാ വിഡ്ഢികൾ ചെയ്ത ഒരു കാരണം നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ഇവിടെ മാ ഫാല ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഇതേ മാ ഫാല തന്നെ ഉപയോഗിക്കാം. മാ ഫാല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടെ മാ ഫാല ചെയ്തിട്ടില്ല എന്നല്ല, ബി കൊണ്ട് മാ ഒന്ന്, ഫാല ചെയ്ത ഒന്ന് കൊണ്ട്, അസുഫഹാവ് വിഡ്ഢികൾ, മിന്ന ഞങ്ങളിൽപ്പെട്ട വിഡ്ഢികൾ ചെയ്ത ഒരു കാര്യത്തിന് നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? അപ്പോൾ അവിടെ മാൻ്റെ ഒന്ന് ഒരു കാര്യം എന്നുള്ള ആശയത്തിലാണ് അത് വരുന്നത്. അങ്ങനെയും മാ ഉപയോഗിക്കും. 3 ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട, അല്ലാത്ത ചെറിയ കാര്യങ്ങൾ വേറെ ഉണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക.
ഞാൻ പറഞ്ഞ ഒന്ന് കൺക്ലൂഷൻ പറയാണ്. ഒന്ന്, മാ എന്നുള്ളത് പാസ്റ്റ് നെഗറ്റീവിൻ്റെ മുമ്പിൽ ഉപയോഗിക്കും, അപ്പം ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. മാ എന്നുള്ളത് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കും. മാ ഹാദ, ഇത് എന്താണ് എന്ന് ചോദിക്കും. പിന്നെ മാ എന്നുള്ളത് മുമ്പ് പറഞ്ഞതിന് ഒന്നുകൂടി വിശദീകരിക്കാൻ ഒരു കാര്യം അല്ലതീ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് ബിമാ ഫഅല സുഫഹാ, ഞങ്ങളിൽപ്പെട്ട വിഡ്ഢികൾ ചെയ്ത ഒന്നിന് ഒരു കാര്യത്തിന് ഇനി ഞങ്ങളെ നശിപ്പിക്കുകയാണോ. അപ്പോൾ അത് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലൊരു ഹോംവർക്ക് ഉണ്ട്. താഴെ കൊടുത്ത കഴിഞ്ഞ കാല ക്രിയകൾക്ക് മുമ്പിൽ മാ എന്ന അവ്യയം ചേർത്ത് അർത്ഥം എഴുതണം. ഇവിടെ ഖലക്ക സൃഷ്ടിച്ചു, അർത്ഥം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് മാ കൊടുത്തിട്ട് മാ ഖലക്ക എന്ന് എഴുതുക, പക്ഷേ അതിൻ്റെ അർത്ഥം എഴുതണം. ഖത്തല കൊന്നു, മാ ഖത്തല എന്ന് എഴുതുക, അതിൻ്റെ അർത്ഥം എഴുതുക. സമിയ കേട്ടു, നിങ്ങൾ ചെയ്യേണ്ടത് മാ സമിയ എന്ന് എഴുതുക, അതിൻ്റെ മീനിങ് എഴുതുക. അലിമ അറിഞ്ഞു, മാ അലിമ എന്ന് എഴുതുക, അതിൻ്റെ മീനിങ് എഴുതുക. ദഖല പ്രവേശിച്ചു, മാ ദഖല എന്ന് എഴുതുക, അതിൻ്റെ മീനിങ് എഴുതുക. ഇനി കഴിഞ്ഞ 18ാമത്തെ ക്ലാസ്സിൽ കൊടുത്ത ഹോംവർക്കിൻ്റെ അതിൻ്റെ ആൻസർ, റൈറ്റ് 15 ഫോം ഓഫ് ഫെയിൽ മുളാരി യദ്ഖുലു യഖ്റുജു. മുളാരിയ ക്രിയൻ്റെ 14 രൂപങ്ങൾ എഴുതണം. യദ്ഖുലു, യദ്ഖുലാനി, യദ്ഖുലൂന, തദ്ഖുലു, തദ്ഖുലാനി, യദ്ഖുൽന. തദ്ഖുലു, തദ്ഖുലാനി, തദ്ഖുലൂന, തദ്ഖുലീന, തദ്ഖുലാനി, തദ്ഖുലീന, തദ്ഖുലാനി, തദ്ഖുൽന. ഇനി ഫസ്റ്റ് പേഴ്സൺ അദ്ഖുലു, നദ്ഖുലു. യഖ്റുജു, തേർഡ് പേഴ്സൺ ആദ്യം പറയാം. യഖ്റുജു, യഖ്റുജാനി, യഖ്റുജൂന. അവൻ പുറപ്പെടുന്നു, അവർ രണ്ടുപേർ പുറപ്പെടുന്നു, അവർ പുറപ്പെടുന്നു, മെയിലാണ്. പിന്നെ തഖ്റുജു, തഖ്റുജാനി, യഖ്റുജ്ന. അവൾ പുറപ്പെടുന്നു, അവർ കുറേ പേർ പുറപ്പെടുന്നു, അവർ കുറേ ആളുകൾ പുറപ്പെടുന്നു. പിന്നെ തഖ്റുജു, തഖ്റുജാനി, തഖ്റുജൂന, തഖ്റുജീന, തഖ്റുജാനി, തഖ്റുജ്ന, അഖ്റുജു, നഖ്റുജു. ഇങ്ങനെയാണ് 14 രൂപ. റൈറ്റ് മീൻ ദഖല, പ്രവേശിച്ചു. സയദ്ഖുലൂന, സ വെക്കുമ്പോൾ ഫ്യൂച്ചർ ടെൻസായി പ്രവേശിക്കും. വാവും നൂനും വെക്കുമ്പോൾ പ്ലൂറലായി അവർ പുരുഷന്മാർ പ്രവേശിക്കും എന്നാണ്. ലൈബ, കളിച്ചു. തൽ അബൂന, ലൈബ കളിച്ചു. തൽ അബൂന, തൽ അബൂന എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അത് സെക്കൻഡ് പേഴ്സണാണ്, പിന്നെ പ്ലൂറലാണ്, മുദക്കറാണ്. നിങ്ങൾ കുറേ പുരുഷന്മാർ കളിക്കുന്നു എന്നാണ്, നിങ്ങളായി മാറും. ദഹബ പോയി. സ അദ്ഹബു, സ വെക്കുമ്പോൾ ഞാൻ ഫ്യൂച്ചറായി, ഞാൻ പോകും, ഐ വിൽ ഗോ എന്നാണ്. ഷരിബ കുടിച്ചു. നഷ്റബു, ഞങ്ങൾ കുടിക്കും. നഷ്റബു, ഞങ്ങൾ കുടിക്കും, അല്ലെങ്കിൽ കുടിക്കുന്നു. പ്രസൻറ്റ് ടെൻസ് ആയിട്ടും ഫ്യൂച്ചറായിട്ട് ഉപയോഗിക്കാം, അവിടെ സ വെച്ചിട്ടില്ല. ഞങ്ങൾ കുടിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കുടിക്കും എന്ന് പറയാം ഇതിന്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആൻസർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. ശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതുമാതിരി ഖുർആൻ്റെ ഭാഷയായ അറബിക് ലാംഗ്വേജ് പഠിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.